ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി വേൾഡ് ഓഫ് ചേഞ്ചസ്. ദി വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങളുടെ ലോകം. ലോകത്തിലെ മാറ്റങ്ങൾ, ലോകത്തിലെ പല ചേഞ്ചസിനെ കുറിച്ചാണ്. നമ്മുടെ ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പല ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ചേഞ്ചസാണ് നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്നത്? എന്തൊക്കെ ചേഞ്ചസ് കാണാൻ പറ്റും? നിങ്ങളെ ചുറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് കാണാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചസാണ്? ഫിസിക്കൽ ചേഞ്ചസും കാണാം, അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസും കാണാം. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? ഭൗതിക മാറ്റങ്ങളാണെന്ത്? ഫിസിക്കൽ ചേഞ്ചസ്. ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? രൂപം, വലിപ്പം, അതിൻ്റെ സ്ഥിതി മാറുക, അതായത് സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്, ഇതൊക്കെ മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചേഞ്ചാണ് ഇത് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസ് എന്താ പറയുന്നത്? ഈ കെമിക്കൽ ചേഞ്ചസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാസായന മാറ്റങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസ് നടന്നു കഴിഞ്ഞാൽ എന്ത് രൂപപ്പെടും? ഒരു പുതിയ വസ്തു അവിടെ ഫോം ചെയ്യും. പുതിയ വസ്തു ഫോം ചെയ്യും. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പുതിയ വസ്തു ഫോം ചെയ്യും. കാരണം എന്താ? അതിൻ്റെ കെമിക്കൽ നേച്ചർ മാറുന്നുണ്ട്. അവിടെ അതിൻ്റെ കെമിക്കൽ സ്റ്റേറ്റ് മാറുന്നുണ്ട്, കെമിക്കൽ നേച്ചർ മാറുന്നുണ്ട്, അതിലുള്ള കെമിക്കൽ നേച്ചർ മാറുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അതിലുള്ള രൂപം, വലിപ്പം, സ്ഥിതി, ഇതൊക്കെയാണ് മാറുന്നത്. ഫിസിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസ് മാറുന്നില്ല. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? രൂപം, വലിപ്പം, സ്ഥിതി, ഇതൊക്കെയാണ് മാറുന്നത്. ഇനി ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ എന്ത് തന്നിട്ടുണ്ട്? നമുക്കൊരു ചെറിയ ഒരു കോഴിക്കുഞ്ഞ്, അല്ലേ? ആ ഒരു ചെറിയ കോഴിക്കുഞ്ഞ് എന്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നത്? ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരികയാണ്. എന്നിട്ട് ആ കോഴിക്കുഞ്ഞ് എന്താ ചിന്തിക്കുന്നത്? വാസ് ഇറ്റ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺ ഇൻ ടു മീ? ഇങ്ങനെയുള്ള ഈ ഒരു എഗ്ഗാണോ ഞാനായിട്ട് മാറിയത്? ഈ ഒരു എഗ്ഗ് ഞാനായിട്ട് മാറിയതാണോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ആ കോഴിക്കുഞ്ഞ്. ഡിഡിൻ യു നോട്ടീസ് ദി പിക്ചർ? വാട്ട് എ ക്യൂട്ട് ചിക്ക്. ഡു യു നോ ഹൗ ദിസ് ചിക്ക് കെയിം ഔട്ട്? നിങ്ങൾക്കറിയോ എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്ന്? നിങ്ങൾക്കറിയോ? വാസ് ഇറ്റ് ഹാച്ച്ഡ് ഫ്രം ആൻ എഗ്? ഇത് ഒരു എഗ്ഗിൽ നിന്ന് വിരിഞ്ഞതല്ലേ? ഫോർ ആൻ എഗ് ടു ഹാച്ച് ആൻഡ് ബിക്കം എ ചിക്ക് മെനി ചേഞ്ചസ് മസ്റ്റ് ഹാവ് ഒക്കേർഡ് വിത്തിൻ ദി എഗ്. ഒരു കോഴിമുട്ട വിരിഞ്ഞ് ഒരു ചെറിയ കോഴിക്കുഞ്ഞാവണം എന്നുണ്ടെങ്കിൽ, വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് അതിൽ നിന്നുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കോഴിമുട്ടയിൽ എന്ത് നടക്കണം? കുറേ ചേഞ്ചസ് നടക്കണം. ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? ഇവിടെ 3 പെയർ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താ നിങ്ങൾ കണ്ടത്? ജാഗരി ഉണ്ട്, അല്ലേ? ജാഗരി ക്രംബിൾസ് ആയി മാറി. ജാഗരി പൊടിഞ്ഞ്, ക്രംബിൾസ് എന്ന് പറഞ്ഞാൽ പൊടിയായിട്ട് മാറി. അടുത്തത് എന്താ? ബീൻ സീഡ്. ബീൻ സീഡ് എന്ത് ചെയ്തു? മുളച്ചു എന്നുള്ളതിന് എന്താ പറയുക? ജെർമിനേറ്റ് അല്ലെങ്കിൽ സ്പ്രൗട്ട്സ്. അടുത്തതാണ് ക്ലൗഡ്. ക്ലൗഡ് എന്തായിട്ട് മാറി? റെയിൻ ആയിട്ട് മാറി. ഇനി അടുത്തതാണ് ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾ ഫോർ സിമിലർ ചേഞ്ചസ്. റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെയുള്ള ചേഞ്ചസ്, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ചേഞ്ചസ് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവർ തന്നത് ഏതാണ്? മാംഗോ റൈപ്പൺ. മാംഗോ എന്തായി? പഴുത്തു. മാംഗോ റൈപ്പൺസ്. മാംഗോ പഴുത്തു. ഇനി അടുത്തൊരു ചേഞ്ച് നിങ്ങൾ പറയാതാ ഒരു ചേഞ്ച്. അടുത്തൊരു ചേഞ്ച് നമുക്ക് എന്ത് പറയാം? ഐസ് വാട്ടറായി. ഐസ് എഴുതാം, എന്നിട്ട് അതെന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. അത് നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും എന്നുള്ളത് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് വാട്ടർ വേപ്പർ ആയിട്ട് മാറും എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? വാട്ടർ വേപ്പർ ചേഞ്ച് ചെയ്തിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറും എന്നുള്ളതൊക്കെ എഴുതാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക്. പാൽ എന്തായിട്ട് മാറുന്നുണ്ട്? കേടായിട്ട് മാറുന്നുണ്ട്. പാല് കേടായിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്തത് ബഡ്. ബഡ് എന്തായിട്ട് മാറുന്നുണ്ട്? ഫ്ലവർ ആയിട്ട് മാറുന്നുണ്ട്, ഇല്ലേ? പൂമുട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? പൂവായിട്ട് മാറുന്നുണ്ട്. അതാണ് ബഡ്, ഫ്ലവർ ആയിട്ട് മാറുന്നുണ്ട്. അടുത്തത് എന്താ? കാറ്റർപില്ലർ. കാറ്റർപില്ലർ എന്തായിട്ട് മാറുന്നുണ്ട്? ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ്, ചേഞ്ചസ് ആർ മെനി. കുറേ ടൈപ്പ് ചേഞ്ചസ് ഉണ്ട്. ഒബ്സർവ് സം ഹാൻഡിക്രാഫ്റ്റ് മെയ്ഡ് ഫ്രം വാക്സ് ആൻഡ് പേപ്പർ. പേപ്പറിനും അതുപോലെ തന്നെ വാക്സിന്നും നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് ഒബ്സർവ് ചെയ്യുക. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്ക് സച്ച് ആൻ ഹാൻഡിക്രാഫ്റ്റ്സ്? നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ ഇങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് നിർമ്മിക്കാൻ? ആണോ? അല്ലേ? നല്ല രസമല്ലേ ഹാൻഡിക്രാഫ്റ്റ് നിർമ്മിക്കാൻ? അതെ, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാൻഡിക്രാഫ്റ്റ് നിർമ്മിക്കണം. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? കളർ ക്ലേ വേണം, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, അതുപോലെ തന്നെ ബീഡ്സ്, സിസേഴ്സ്, സ്കെച്ച് പെന്ന്, ഇത്രയും കാര്യങ്ങൾ വേണം. യൂസിങ് ദി മെറ്റീരിയൽസ് പ്രൊവൈഡ്, ട്രൈ ടു മേക്ക് ദി ഒബ്ജെക്ട് ഷോൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ഒബ്ജക്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഡിസ്പ്ലേ ദം ഇൻ ദി ക്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഇത് ടീച്ചറെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ഇറക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ടീച്ചറെ കാണിക്കണം. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കർ ടു ഈച്ച് ഓഫ് ദി മെറ്റീരിയൽ യു യൂസ്ഡ്? നിങ്ങൾ ക്ലേയും അതുപോലെ തന്നെ പേപ്പറും യൂസ് ചെയ്തു. ഈ ക്ലേക്കും പേപ്പറും എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ വരുത്തിയത് എന്നാണ് ചോദിക്കുന്നത്. കളർ ക്ലേ, അതുപോലെ തന്നെ കളർ പേപ്പർ, ചാർട്ട് പേപ്പർ. കളർ ക്ലേയിൽ നിങ്ങൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നിങ്ങൾ ആദ്യം എന്തിനുണ്ടാക്കുന്നുണ്ട്? ഒരു കളർ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു പാമ്പിന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പംകിൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പേപ്പർ യൂസ് ചെയ്തിട്ട് ബട്ടർഫ്ലൈന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇഷ്ടമുള്ളവർ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ്? ക്ലേയിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നത്? ക്ലേൻ്റെ എന്ത് മാറി? ഷേപ്പ് മാറി. ഫിസിക്കൽ ചേഞ്ച് ആണ് വന്നത്. ക്ലേയിൽ എന്ത് വന്നു? ഫിസിക്കൽ ചേഞ്ച് വന്നു. കാരണം അതിൻ്റെ ഷേപ്പ് മാറി. ഷേപ്പ്.
പക്ഷേ എന്ത് മാറിയിട്ടില്ല? സബ്സ്റ്റൻസ് മാറിയിട്ടില്ല. സബ്സ്റ്റൻസ് സെയിം തന്നെയാണ്, ക്ലേ തന്നെയാണ്. പക്ഷെ എന്ത് മാറി? ഷേപ്പ് മാറി. ഇനി അടുത്തതാണ് എന്ത്? കളർ പേപ്പർ. കളർ പേപ്പർ എന്ത്? ഷേപ്പ് മാറി. കളർ പേപ്പർ നിങ്ങൾ മുറിച്ച് മടക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി, ഫിസിക്കൽ ചേഞ്ചസ് വന്നു. പക്ഷെ എന്ത് മാറുന്നില്ല? നോ ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസിൽ മാറ്റമൊന്നുമില്ല. ഇനി ചാർട്ട് പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ എന്ത് ചെയ്തു? ചാർട്ട് പേപ്പർ മടക്കി അതിൽ വരച്ചു, അതിൻ്റെ ഷേപ്പ് മാറ്റി. പക്ഷേ അത് ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ, സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. ചാർട്ട് പേപ്പർ തന്നെയല്ലേ? ചാർട്ട് പേപ്പർ മടക്കിയാൽ ചാർട്ട് പേപ്പർ തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നും വരുന്നില്ല. ക്ലേ മടക്കിയാലും ക്ലേ തന്നെയാണ്. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻ ദി കേസ് ഓഫ് കളർ ക്ലേ വാസ് ഇറ്റ് ദി സബ്സ്റ്റൻസ് ഓർ ഷേപ്പ് ദാറ്റ് ചേഞ്ച്ഡ്? കളർ ക്ലേൻ്റെ കേസിൽ ആ സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഷേപ്പാണോ മാറിയത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് മാറിയത്? ഷേപ്പ് അല്ലേ മാറിയത്? സബ്സ്റ്റൻസ് മാറിയോ? ഇല്ല. ഇറ്റ് വാസ് ദി ഷേപ്പ് ദാറ്റ് ചേഞ്ച്ഡ്, നോട്ട് ദി സബ്സ്റ്റൻസ്. ഇവിടെ ഷേപ്പാണ് മാറിയത്, എന്ത് മാറിയിട്ടില്ല? സബ്സ്റ്റൻസ് മാറിയിട്ടില്ല. മാറ്റം വന്നത് എന്തിലല്ല? സബ്സ്റ്റൻസിലല്ല. എന്തിലാണ് മാറ്റം വന്നത്? ഷേപ്പിലാണ് മാറ്റം വന്നത്. വാട്ട് ചേഞ്ചസ് ഒക്കേർഡ് വെൻ ഹാൻഡിക്രാഫ്റ്റ് വർ മെയ്ഡ് യൂസിങ് ചാർട്ട് പേപ്പർ ആൻഡ് കളർ പേപ്പർ? ചാർട്ട് പേപ്പർ യൂസ് ചെയ്തപ്പോഴും കളർ പേപ്പർ യൂസ് ചെയ്തപ്പോഴും എന്ത് മാറി? ഷേപ്പ് മാറി. പക്ഷെ എന്ത് മാറുന്നില്ല? അതിൻ്റെ സബ്സ്റ്റൻസ് മാറുന്നില്ല. അടുത്തത് ചോദിക്കുകയാണ്, ഡസ് ദി സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ഈച്ച് കേസ്? ഓരോ കേസിലും സബ്സ്റ്റൻസ് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാറുന്നുണ്ടോ? ഇല്ല, നോ, സബ്സ്റ്റൻസ് മാറുന്നില്ല. എന്ത് മാത്രമാണ് മാറുന്നത്? ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമാണ്, ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ് ഉള്ളത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? ഷേപ്പ് ചേഞ്ച് ആവും, സൈസ് ചേഞ്ച് ആവും, സ്റ്റേറ്റ് ചേഞ്ച് ആവും. ഇതാണ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷേപ്പാണ് മാറിയത്. അപ്പോൾ എന്ത് മാറുന്നില്ല? സബ്സ്റ്റൻസ് മാറുന്നില്ല. ഈസ് ഇൻ ദി സെയിം സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ച്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്പ് ഇൻ ഈച്ച് ഓഫ് ദി സിറ്റുവേഷൻ? ഓരോ സിറ്റുവേഷനിലും നമ്മൾ സെയിം സാധനം തന്നെയല്ലേ ഓരോ ഷേപ്പിലേക്കും മാറുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതെ, ഒരേ സാധനം തന്നെയാണ് ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് മാറുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ചേഞ്ച് ഇൻ ഷേപ്പ്. ചേഞ്ച് ഇൻ ഷേപ്പ്, ഷേപ്പിലുള്ള ചേഞ്ചസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എക്സാമിൻ ദി പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കുക, എക്സാമിൻ ചെയ്യുക. വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ഒബ്ജക്റ്റ് ഇൻ ഈച്ച് സിറ്റുവേഷൻ? ഓരോ സിറ്റുവേഷനിൽ എന്തൊക്കെ ചേഞ്ചസാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, നമ്മുടെ വാട്ടർമെലൺ ഉണ്ട്, വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് പീസാക്കി. അതാണ് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത്. സെക്കൻഡ് പിക്ചറിൽ എന്താ? ഇവിടെ ഒരു മരത്തടി ഉണ്ട്. ആ മരത്തടി എന്ത് ചെയ്തു? ആ വുഡിൽ നിന്ന് എന്തുണ്ടാക്കി? ചെയർ ഉണ്ടാക്കി. മൂന്നാമത്തത് എന്താ? ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ എന്ത് ചെയ്തു? പൊട്ടിച്ചു. ആ ബോട്ടിൽ പൊട്ടിച്ചപ്പോൾ അത് പീസസ് ആയിട്ട് മാറി. ഇനി അടുത്തത് എന്താ? പൈപ്പ് എക്സ്പാൻഡ് ചെയ്തു. പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് പൈപ്പ് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു. അങ്ങനെ ഉള്ള ചേഞ്ചസ് ആണ് ബെൻഡ് ചെയ്തു. അപ്പോൾ ഈ 4 ഫിഗർ എടുത്താലും എന്തിൽ ചേഞ്ചസ് ഉണ്ട്? ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്ത് ചേഞ്ചസ് ഇല്ല? കെമിക്കലി അല്ലെങ്കിൽ സബ്സ്റ്റൻസിൽ ചേഞ്ചസ് ഇല്ല. അപ്പം ഈ ചേഞ്ചസിനെയാണ്, അതായത് ഷേപ്പോ സൈസോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗർ വാട്ടർമെലൻ്റെ ഫിഗർ എടുക്കുകയാണെങ്കിൽ അവിടെ ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ സെക്കൻഡ് ഫിഗർ വുഡ് ചെയർ ആവുന്നത് എടുക്കുകയാണെങ്കിൽ അവിടെ ഷേപ്പും അതുപോലെ തന്നെ സൈസും ചേഞ്ച് ആവുന്നുണ്ട്. ഇനി പിന്നെ ബോട്ടിൽ പൊട്ടിക്കുന്ന സമയത്തും ഷേപ്പും സൈസും ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും ഫോർത്ത് ഫിഗറിൽ ആ ഒരു പൈപ്പിൻ്റെ ഷേപ്പും സൈസും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് ആണുള്ളത്? ഫിസിക്കൽ ചേഞ്ചസ് ആണുള്ളത്. അവിടെ എന്ത് ചേഞ്ച് അല്ല ഉള്ളത്? കെമിക്കൽ ചേഞ്ചസ് അല്ല ഉള്ളത്. ഇനി അടുത്തത് ആൾ ചേഞ്ചസ് ഷോൺ ഇൻ ദി പിക്ചർ സിമിലർ? എല്ലാ ചേഞ്ചസും സിമിലർ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, എല്ലാ ചേഞ്ചസും സിമിലർ ആണ്. കാരണം എന്താ? അവിടെ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഷേപ്പിലും സൈസിലും മാത്രമാണ് ചേഞ്ചസ് ഉള്ളത്. അവിടെ എന്ത് ചേഞ്ചസ് ഇല്ല? കെമിക്കൽ ചേഞ്ചസ് ഇല്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഹാവിൻ യു ലേൺ ദി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഇൻ ദി പ്രീവിയസ് ക്ലാസ്? നിങ്ങൾ വാട്ടറിൻ്റെ സ്റ്റേറ്റ് മാറുന്നതിനെ കുറിച്ചിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? വാട്ടറിൻ്റെ സ്ഥിതി മാറുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ട്രൈ ടു റൈറ്റ് ദം. അത് ഒന്ന് എഴുതാൻ നോക്കൂ. എങ്ങനെയൊക്കെയാണ് വാട്ടറിൻ്റെ സ്റ്റേറ്റ്? ഏതൊക്കെയാണ് വാട്ടറിൻ്റെ സ്റ്റേറ്റ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ് എന്ത്? വാട്ടറിൻ്റെ സ്റ്റേറ്റ്. ഇത് മാറുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ പ്രീവിയസ് ക്ലാസ്സിൽ. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? നോക്കാം എങ്ങനെയൊക്കെയാണ് വാട്ടറിൻ്റെ സ്റ്റേറ്റ് മാറുന്നത് എന്ന്. ഏതൊക്കെ ചേഞ്ചസ് ആണ് വാട്ടറിൻ്റെ സ്റ്റേറ്റിൽ വരുന്നത്? മെൽറ്റിംഗ് വരുന്നുണ്ട്, ഫ്രീസിങ് വരുന്നുണ്ട്, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, ബോയിലിംഗ്. ഇതൊക്കെ വാട്ടറിൻ്റെ സ്റ്റേറ്റിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഈ മെൽറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? മെൽറ്റിംഗ് എന്ന് പറയുമ്പം സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതാണ് എന്ത്? മെൽറ്റിംഗ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലുള്ള ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ എന്താവും? അത് മെൽറ്റ് ചെയ്യും. അത് ഉരുകിയിട്ട് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. അടുത്തതാണ് എന്ത്? ഫ്രീസിങ് എന്ന് പറയുമ്പോൾ എന്താ? ലിക്വിഡ് സോളിഡായിട്ട് മാറുന്നതാണ് എന്ത്? ഫ്രീസിങ്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് എന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത്? ലിക്വിഡ് സോളിഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് സോളിഡായിട്ട് മാറും ഇല്ലേ? ലിക്വിഡ് എന്തായിട്ട് മാറും? നിങ്ങൾ ഐസ് കണ്ടിട്ടില്ലേ? ഫ്രിഡ്ജിൽ ഐസ് ആവില്ലേ? വെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് കട്ടായിട്ട് മാറും. അതാണ് ഫ്രീസിങ്. ഇനി അടുത്തതാണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു തുണി അലക്കിയ തുണി എടുത്തിട്ട് നമ്മൾ കാറ്റത്ത് നമ്മൾ ആറിയിടൂലേ? ആറിയിടുക. ആ ഒരു സമയത്ത് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങുന്നില്ലേ? അപ്പോൾ ഉണങ്ങുന്ന അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നതാണ് എന്ത്? ഇവാപ്പറേഷൻ. വാട്ടർ എന്ത് ചെയ്യും? എയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഏത് രൂപത്തിലാണ് പോവുക? ഗ്യാസ് ആയിട്ടാണ് വാട്ടർ പോവുക. അതായത് വാട്ടർ വേപ്പർ ആയിട്ടാണ് പോവുക. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഇവാപ്പറേഷൻ നടക്കുക. അപ്പം ലിക്വിഡ് ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ വേപ്പറായി മാറുന്ന സ്റ്റേറ്റാണ് ഇവാപ്പറേഷൻ. ഇനി അടുത്തതാണ് ഇത്? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഗ്യാസ് എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ബോയിലിംഗ്.
ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കലില്ലേ, അതാണ് ബോയിലിംഗ്. അവിടെ എന്താവും, ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താവും, ഇപ്പോൾ നമ്മൾ സാധാരണ ബോയിൽ ചെയ്യൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്, 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താവും, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും. ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ആ വെള്ളം എന്തായിട്ട് മാറും, ഈ വാട്ടർ വേപ്പർ ആയിട്ട് മാറും ബോയിലിങ്ങിൻ്റെ സമയത്ത്. അടുത്തത് എന്താ പറയുന്നത്, റൈറ്റ് ദി സിറ്റുവേഷൻ വേർ നേച്ചർ ആൻഡ് അതർ ലിവിങ് ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. നമ്മുടെ നേച്ചറിൽ പലതരത്തിൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇത് ഫോർമേഷൻ ഓഫ് റെയിൻ. ഇനി നിങ്ങളോട് ബാക്കി എഴുതാനാണ് പറയുന്നത്. നേച്ചറിലോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിലോ എന്ത് മാറുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേച്ചറിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നേച്ചറിലുള്ള മറ്റ് ലിവിങ് ഓർഗാനിസത്തിലും എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നത് ഏതാണ്, ഫോർമേഷൻ ഓഫ് റെയിൻ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് എക്സാമ്പിൾ തന്നത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്ത് ചെയ്താം, സ്വെറ്റിംഗ് ഇൻ അനിമൽസ് എഴുതി കൂടെ. ലിവിങ് ഓർഗാനിസത്തിലുള്ള ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ആണിത്, സ്വെറ്റിംഗ് ഇൻ അനിമൽസ്. മെനി അനിമൽസ് ഇൻക്ലൂഡ് ഹ്യൂമൻ യൂസ് ദി ഇവാപ്പറേഷൻ ഓഫ് സ്വെറ്റ് ഫ്രം ദെയർ സ്കിൻ ടു കൂൾ ഡൗൺ ദെയർ ബോഡീസ്. സ്വെറ്റിംഗ് ഇൻ അനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വിയർക്കുന്നില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം മെനി അനിമൽസിൽ, കൂടുതലായിട്ടും അനിമൽസിൽ എന്തുണ്ട്, സ്വെറ്റിംഗ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് സ്വെറ്റിംഗ്, ഇവാപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താവും, കൂളാവും. നിങ്ങൾ പിന്നെ നല്ല തണുപ്പുള്ള കാലത്താണോ ചൂടുള്ള കാലത്താണോ നിങ്ങൾക്ക് വിയർക്കുക, ചൂടുള്ള കാലത്തല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഹീറ്റ് കൂടുന്ന സമയത്ത്, നമ്മുടെ ബോഡിയിൽ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്വെറ്റ് ചെയ്യും. അങ്ങനെ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താവും, തണുക്കും. അപ്പം ബോഡിയിൽ നടക്കുന്നതാണ് എന്ത്, സ്വെറ്റിംഗ് ഇൻ അനിമൽസ്. ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ആണ് എന്ത്, സ്വെറ്റിംഗ് ഇൻ അനിമൽസ്. ഇനി അടുത്തത് നമുക്ക് എന്ത് പറയാം, മെൽറ്റിംഗ് ഓഫ് സ്നോ ആൻഡ് ഐസ്. അപ്പം ഐസോ അല്ലെങ്കിൽ സ്നോ അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് എന്താണ്, ട്രാൻസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും, സോയിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ലീവ്സിലുള്ള ചെറിയ ടൈനി പോർസ് ഇല്ലേ, ആ പോർസ് വഴി ഈ വാട്ടറിനെ റിലീസ് ചെയ്യും, വാട്ടർ വേപ്പറിൻ്റെ രൂപത്തിൽ റിലീസ് ചെയ്യും. അതാണ് ട്രാൻസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഇവാപ്പറേഷൻ ഫ്രം ഓഷ്യൻ, റിവേഴ്സ്, പോൺസ് ആൻഡ് വെൽസ്, ലേക്സ്. അപ്പം ഇവാപ്പറേഷൻ ഫ്രം ഓഷ്യൻ, റിവർ, പോൺസ്, വെൽസ് ആൻഡ് ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർ വറ്റുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ റിവർ, നമ്മുടെ പുഴകളും അതുപോലെ തന്നെ അരുവികളൊക്കെ വറ്റി പോകുന്നുണ്ട്. അപ്പം ഇവിടെ വാട്ടർ എന്തായിട്ട് മാറുകയാണ്, വാട്ടർ വേപ്പർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വാട്ടറിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്, വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട്. ആ സമയത്താണ് എന്ത് വറ്റിപ്പോകുന്നത്, കിണറും പുഴകളും അതുപോലെ തന്നെ അരുവികളൊക്കെ വറ്റിപ്പോകുന്നത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്താൽ, ഡ്യൂ ഫോർമേഷൻ. അതായത് മഞ്ഞ് ഫോം ചെയ്യുന്നില്ലേ, മഞ്ഞ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ എന്ത് ചെയ്യും, വാട്ടർ വേപ്പർ എയറിലുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ലിക്വിഡ് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഡ്യൂ ഫോർമേഷനിൽ എന്താ നടക്കുന്നത്, കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ വേപ്പർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറുന്നതാണ് എന്ത്, കണ്ടൻസേഷൻ. അത് നിങ്ങളോട് ചോദിക്കുകയാണ്, വെൻ ദി സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ് ഈസ് ദർ എനി ചേഞ്ച് ഇൻ വാട്ടർ ആസ് എ സബ്സ്റ്റൻസ്. വാട്ടറിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ എന്ന സബ്സ്റ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, ഇല്ലല്ലോ, ഇല്ല. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. വാട്ടർ എന്താവുന്നുണ്ട്, വാട്ടർ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലേക്ക് ആവുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ സബ്സ്റ്റൻസിന് ഒരു മാറ്റമില്ല. ഡിസ്കസ് ആർ ഇൻ ഐസ് ആൻഡ് വാട്ടർ വേപ്പർ ദി ടു അതർ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ഐസും വാട്ടർ വേപ്പറും വാട്ടറിൻ്റെ മറ്റ് രണ്ട് സ്റ്റേറ്റ് ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആണ്, യെസ്. കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ. വാട്ടർ അതായത് ലിക്വിഡ് ഫോമിലുള്ള 3 സ്റ്റേറ്റ് ആണ്, വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ് ആണ് ഇതൊക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം വാട്ടർ ലിക്വിഡ് ഫോമിലും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറിന് എന്തൊക്കെ ഫോമായിട്ട് മാറാം, സോളിഡ് ആൻഡ് ഗ്യാസ് ഫോമിലേക്ക് മാറാം. അപ്പോൾ വാട്ടർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോമിലേക്ക് മാറും, സോളിഡ് ഫോമിലേക്ക് മാറും. സോളിഡ് ഫോമിൽ എന്ന് പറയുമ്പോൾ ഏതാണ്, ഐസാണ്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ ഏത് ഫോമിലേക്ക് മാറും, ഗ്യാസ് ഫോമിലേക്ക് മാറും. അതാണ് എന്ത്, വാട്ടർ വേപ്പർ. ഇനി അടുത്തത് എന്താ പറയുന്നത്, ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ആർ ദി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ഇത്രയും പറഞ്ഞ എക്സാമ്പിളിൽ ഷേപ്പും സൈസും സ്റ്റേറ്റും മാത്രമാണ് മാറുന്നത്. ഇതെന്താണ്, ഈ ഷേപ്പും സൈസും സ്റ്റേറ്റും മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ്, ആ സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. കൺസിഡർ ദി സിറ്റുവേഷൻ വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻ നോക്കാം. ഏതൊക്കെയാണ്, മേക്കിംഗ് വേരിയസ് ഷേപ്സ് യൂസിങ് ക്ലേ. നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, വേരിയസ് ഷേപ്സ് ഫോം ചെയ്തു. മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്. നമ്മൾ മരത്തടി യൂസ് ചെയ്തിട്ട് ചെയർ ഉണ്ടാക്കി. കട്ടിംഗ് വാട്ടർമെലൺ ഇൻറ്റു പീസസ്. നമ്മുടെ വാട്ടർമെലണ് കഷ്ണങ്ങളാക്കി മാറ്റി. കൺവേർട്ടിംഗ് വാട്ടർ ഇൻറ്റു ഐസ്. വാട്ടർ എന്താക്കി, ഐസ് ആക്കിയിട്ട് മാറ്റി. എക്സ്പാൻഡിംഗ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. പ്ലാസ്റ്റിക് പൈപ്പ് ഹീറ്റ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഡിഡിങ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദി സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ഓൾ ദി സിറ്റുവേഷൻ. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമല്ലേ എല്ലാ സിറ്റുവേഷനിലും ചേഞ്ച് ചെയ്തത്, അല്ലേ? അതെ.
വാസ് എനി ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്? എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടോ? ഇതിൽ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തതായിട്ട് കണ്ടോ നിങ്ങൾ ഇതിൽ? ഇല്ല. നോ. ലെറ്റ്സ് എൻക്വയർ മോർ സിറ്റുവേഷൻ വേർ ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? അത് കുറച്ച് സാധനങ്ങൾ കുറച്ച് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ ആണ്. ആ സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? അതിൻ്റെ സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. താങ്ക് യു.